വിനോദ് സാർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോൾഡ് സ്റ്റാർട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ പ്രയോഗിച്ച ഒരു തന്ത്രത്തെ കുറിച്ചായിരുന്നു. ആ വീഡിയോയ്ക്കിടയിൽ സാർ റെഡ് ടീം എന്ന് പറയുന്ന ഒരു തന്ത്രം കൂടി ഇന്ത്യ പ്രയോഗിച്ചിരുന്നു എന്ന കാര്യം പരാമർശിച്ചിരുന്നു. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിനിടെ പ്രയോഗിച്ച റെഡ് ടീം സ്ട്രാറ്റജി? നമ്മൾ ഇന്ന് ചെയ്ത കഴിഞ്ഞ എപ്പിസോഡിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ മിലിറ്ററി 2 തന്ത്രങ്ങൾ ഉപയോഗിച്ചതിനെ കുറിച്ച് പറയുകയുണ്ടായി. അതിൽ നമ്മൾ കോൾഡ് സ്റ്റാർട്ട് സ്ട്രാറ്റജി അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. അതിനകത്ത് പറഞ്ഞ മറ്റൊരു തന്ത്രമായിരുന്നു റെഡ് ടീം തന്ത്രം അല്ലെങ്കിൽ റെഡ് ടീം സ്ട്രാറ്റജി. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇത് പറയുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്തായിരുന്നു ഇന്ത്യ ഉപയോഗിച്ച റെഡ് ടീം തന്ത്രം? ഇത് ഔദ്യോഗികമായിട്ട് ആദ്യമായിട്ടാണ് ഇന്ത്യൻ മിലിറ്ററി ഇങ്ങനൊരു റെഡ് ടീം തന്ത്രം ഉപയോഗിച്ചതായിട്ട് പറയപ്പെടുന്നത്. മുമ്പൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ ഔദ്യോഗികമായി ഇങ്ങനൊരു സംവിധാനം ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. ഇതൊരു വലിയ ഓപ്പറേഷൻ നമുക്കറിയാം, ഒരു സൈന്യ നീക്കമായിരുന്നു. പക്ഷെ ഇത് വിജയമാക്കാനാണ് ഈ ഒരു പ്രത്യേക ടീം കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ റെഡ് ടീം? നമുക്ക് ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ചെസ് കളി നമ്മളൊന്ന് സങ്കല്പിക്കാം. ഞാൻ തന്നെ എനിക്കെതിരെ ചെസ് കളിക്കുന്നു. ഈ ലോകത്തെ എല്ലാ നല്ല കളിക്കാരും ചെയ്യുന്ന ഒന്നാണ്. ആദ്യം ഇപ്പുറത്ത് വന്നിരുന്നിട്ട് ഒരു ടീമായിട്ട് കളിക്കും, തിരിച്ച് അപ്പുറത്തെ സൈഡിൽ ചെന്നിരുന്നിട്ട് ആ ടീമായിട്ട് കളിക്കും, മറ്റേ ടീമായിട്ട് എതിർ ടീമായിട്ട് കളിക്കും. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശത്രു എന്ത് നീക്കമാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ മുൻകൂട്ടി കാണുന്നതാണ് ആ തന്ത്രം. ഇത് ഒരു തന്ത്രപരമായ ഒരു കളിയിലായിക്കോട്ടെ, തന്ത്രപരമായിട്ടുള്ള യുദ്ധത്തിലായിക്കോട്ടെ, ഇതിന് വലിയ പ്രസക്തിയുണ്ട്. അപ്പോ നമ്മൾ അതിന് നമ്മുടെ സ്വന്തം ടീമിനെയാണ് നമ്മൾ ബ്ലൂ ടീം എന്ന് എപ്പോഴും പറയുക. നമ്മുടെ ടീമിനെ ബ്ലൂ ടീം എന്നും പറയും, ശത്രുവിന്റെ ടീമിനെ റെഡ് ടീം എന്നും പറയും. അപ്പൊ ഈ വാർ ഗെയിം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ റിപ്പബ്ലിക് ടി വിയിലൊക്കെ കാണുകയാണെങ്കിൽ അതിനകത്ത് വളരെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന ജനറൽമാര്, എയർ മാർഷൽമാര്, അവരൊക്കെ ഇതിനെക്കുറിച്ച് പറയാം. ഇറ്റ് ഈസ് എ വാർ ഗെയിം, നൗ വാട്ട് വിൽ വി ഡു, വാട്ട് ദേ വിൽ ഡു, ഇങ്ങനെ പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, അവരെന്ത് ചെയ്യും, അവരെന്ത് ചെയ്യാനാണ് സാധ്യത. അപ്പൊ ഇതാണ് ഈ റെഡ് ടീം. അപ്പൊ ഈ റെഡ് ടീമായിട്ട് നമ്മുടെ തന്നെ വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ പാകിസ്ഥാനാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് നമ്മളുമായിട്ട് ചർച്ച ചെയ്യും. അതായത് നമ്മുടെ ഒരു ടീമും ഉണ്ടാവും, എതിർ ടീമും ഉണ്ടാവും. അപ്പം ആ എതിർ ടീം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന് വേണ്ടി ഉള്ള തന്ത്രമാണ് ആവിഷ്കരിക്കുക. അപ്പം നമ്മുടെ വീക്ക്നെസ് എന്താണ്, ഞാനാണ് അപ്പുറത്തെ സൈഡിലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ശത്രുവിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘമാണ് ഈ റെഡ് ടീം എന്ന് പറയുന്നത്. ശത്രു എങ്ങനെ ചിന്തിക്കും, ശത്രു എങ്ങനെ പ്രവർത്തിക്കും, ശത്രു എങ്ങനെ പ്രതികരിക്കും, എവിടെ ആയിരിക്കും അവർ അടിക്കുക, എവിടെ ആയിരിക്കും അവർക്കുള്ള വീക്ക്നെസ്, അവരെന്ത് ചെയ്യാൻ പോകുന്നു, അവരിപ്പോ എന്ത് ആയുധമായിരിക്കും ഉപയോഗിക്കുക, അവരായുധം ഉപയോഗിക്കാനുള്ള മടി എന്തിനായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ഭയം ജനിപ്പിക്കുന്ന വിധത്തിലാണോ ഈ ബ്ലൂ ടീം ചെയ്യുന്നത്. ഇങ്ങനെ ശത്രുവിന്റെ ആക്രമണങ്ങളും പ്രതികരണങ്ങളും അവർ പ്രചരിപ്പിക്കുന്ന രീതികളും അവരുടെ ബലഹീനതകളും ഒക്കെ അനുകരിച്ച് അവർക്ക് വേണ്ടി കളിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതിനെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ക്രിക്കറ്റ് ടീമാണെന്ന് പറയാം. നമ്മൾ അപ്പോൾ പണ്ട് പറയുമായിരുന്നു, ക്രിക്കറ്റ് ഇത് ബേസിക്കലി ഒരു ബാറ്റ്സ്മാൻ ടീമാണ്, അല്ലെ ബാറ്റിംഗ് ആണ് നമ്മുടെ സ്ട്രോങ്, ബൗളിങ്ങിൽ നമ്മൾ വീക്കാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. എല്ലാവരും അപ്പൊ ഈ നമുക്ക് ഓരോ വരുന്ന പന്തുകളും സിക്സർ അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സിക്സർ അടിക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ ഒരു ചെറിയ പ്രശ്നം വരാൻ പോകുന്നത്, മറ്റേ ആള് ബൗൺസർ അറിയുമോ, റിവേഴ്സ് സ്വിങ് അറിയുമോ, അല്ലെങ്കിൽ ഗൂഗിളി അറിയുമോ, അല്ലെങ്കിൽ ഒരു തന്ത്രം നമ്മുടെ 3 പേരെ അടിച്ച് പൊക്കി ക്യാച്ച് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുമോ, ഇങ്ങനെ ഒരു തന്ത്രം. അപ്പൊ നമ്മൾ ബാറ്റിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ശത്രുവിന്റെ ബൗളിങ്ങിനെ പറ്റി നമ്മൾ തീരെ പരിഗണിക്കാതെ വന്നാൽ അതൊരു വലിയ അപകടമാണ്. അപ്പൊ ശത്രുവിന്റെ പക്ഷത്ത് നിന്ന് നമ്മൾ എന്തായിരിക്കും അവർ ചെയ്യുക എന്ന് നമ്മൾ തന്നെ ആലോചിച്ച് അതിനനുസരിച്ച് കളിക്കുന്ന കോൺസെപ്റ്റാണ് ഈ റെഡ് ടീം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത്
പല പ്രൊഫഷനിലുള്ളവർ ചെയ്യാറുണ്ട്. നല്ല വക്കീൽ ഓഫീസുകളിൽ വലിയ ഒരു പ്രമാദമായ കേസ് വരികയാണെങ്കിൽ മറ്റേ എതിർപക്ഷത്തുള്ള വക്കീൽ എന്തായിരിക്കും പറയുക എന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആലോചിക്കാനും വേണ്ടി അവർക്ക് ആളുകൾ ഉണ്ടാവും. നമ്മൾ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മളിപ്പോ അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ നമ്മളൊരു പുതിയ സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ ഈ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ആള് നേരെ എതിര് പറയും. അതായത് അത് നടക്കാൻ പോകുന്നില്ല, അത് ഇന്ന പ്രശ്നം ഉള്ളതുകൊണ്ട് നടക്കാൻ പോകുന്നില്ല എന്ന് പറയും. ഈ ഒറിജിനൽ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നത് പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതിലാണെന്നാണ് പറയുന്നത്. പോപ്പിനെ തെരഞ്ഞെടുക്കുമ്പം ഒരാള് ഡെവിൾസ് അഡ്വക്കേറ്റ് ചെയ്യും, ഇയാൾ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇയാൾ ഇന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇയാളെ പോപ്പാവാൻ യോഗ്യനല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു തന്ത്രം, അതായത് അതിന്റെ നെഗറ്റീവ് പറയുക, നമ്മൾ ചെയ്യുന്ന തന്ത്രത്തിന്റെ നെഗറ്റീവ് പറയുക, അതിന്റെ ദോഷം പറയുക, ഇത് അത്ര സുഖമുള്ള കാര്യമല്ല കേൾക്കാൻ. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവരാണ് പലപ്പോഴും വിജയിക്കുക. ഇതിന് 2 ബുക്കുകളുണ്ട്, വളരെ പ്രശസ്തമായ 2 ബുക്കുകളുണ്ട്. പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അതിന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, നമ്മളെല്ലാം ഈ ശുഭാപ്തി വിശ്വാസമാണ്, നമ്മൾ വിചാരിക്കുന്നതെല്ലാം നല്ലതാണ്, നമ്മൾ അടിക്കുന്ന പന്തുകളൊക്കെ 6 പോവും അല്ലെങ്കിൽ 4 പോവും എന്ന് വിചാരിക്കുന്ന പമ്പര വിഡ്ഢിത്തനമാണ്. അപ്പോൾ എതിരാളിയുടെ സൈഡിൽ നിന്ന് ആലോചിക്കുന്ന തന്ത്രത്തിനെയാണ് ഈ വാർ സ്ട്രാറ്റജിയിൽ റെഡ് ടീം സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ ശത്രുക്കളുടെ പ്രത്യാക്രമണങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. നമ്മുടെ പദ്ധതിയിലെ ദുർബലതകൾ, അതായത് ഇപ്പൊ നമ്മളൊരു തന്ത്രം പയറ്റാൻ പോകുന്നു, അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ ഇത് ചെയ്യും എന്ന് നമ്മുടെ ആള് തന്നെ പറയും. അതാണ് അതിന്റെ കാര്യം. അപ്പോ അപ്രതീക്ഷിതമായ ഒരു ആക്രമണങ്ങൾ വരുന്നത് തടയാൻ നമ്മുടെ ഈ റെഡ് ടീം നമ്മളെ സഹായിക്കും. മാത്രമല്ല, നമ്മൾ അതിപ്പോ ഈ ഭാഗത്ത് മാത്രമല്ല, യുദ്ധത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആയുധം തിരഞ്ഞെടുക്കുന്നതിൽ മാത്രമല്ല, മാധ്യമ രംഗത്ത് ഇന്നറിയാം പ്രൊപ്പഗാൻഡ വാർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെക്കാളും ഭംഗിയായിട്ട് പ്രൊപ്പഗാൻഡ വാർ തുടക്കത്തിൽ ആ സമയത്ത് കളിച്ചത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ തോറ്റ് തുന്നമ്പാടി ഇരുന്നപ്പോൾ പോലും അവരാഘോഷിക്കുകയായിരുന്നു. അവരുടെ അൾട്ടിമേറ്റ് ലെവലാണ് അവിടുത്തെ ആളിനെ, ജനറലിനെ പിടിച്ച് ഫീൽഡ് മാർഷലാക്കിയത്. അതോടുകൂടി പിന്നെ പതുക്കെയാണ് ലോകം തിരിച്ചറിഞ്ഞത് ഇന്ത്യയാണ് അവരെ അടിച്ച് പപ്പടം പൊടിയാക്കിയതെന്നുള്ളത്. ഇതാണ് അതിന്റെ തന്ത്രം. അപ്പൊ ഇതുപോലും വളരെ പ്രസക്തമാണ് ആളുകളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നതിൽ. അതുപോലെ മാത്രമല്ല, നയതന്ത്ര മേഖലയിൽ നമുക്കറിയാം, ഇപ്പൊ ഇന്നിപ്പോ നമുക്ക് വേണ്ടി ഏറ്റവും സ്ട്രോങ് ആയിട്ട് വാദിക്കുന്ന ആരാണ്? അവിടെ പോയി മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ശശി തരൂരാണ്, മനോഹരമായി സംസാരിക്കുന്ന OYC ആണ്. അപ്പൊ ഈ നമ്മുടെ പ്രതിപക്ഷ നേതാക്കളെ പോലും നമ്മൾ അതിനുവേണ്ടി, ഇന്ത്യക്ക് വേണ്ടി വാദിക്കാൻ അതാത് രാജ്യങ്ങളിൽ പറഞ്ഞയച്ചു എന്നുള്ളത് ബി ടീമിന്റെ തന്ത്രമാണെന്ന് തിരിച്ചറിയണം. അപ്പൊ അതായത് നമുക്ക് ഒരു ചെസ് കളിയിൽ നിങ്ങളുടെ എതിരാളി എങ്ങനെ കളിക്കും എന്ന്, നിങ്ങളുടെ രാജാവിനെ എങ്ങനെ കൊടുക്കും എന്ന് ആലോചിക്കാൻ അവർക്ക് വേണ്ടി ഒരാൾ വേണം നമ്മുടെ സൈഡിൽ. അതാണ് ഈ ബി ടീമിന്റെ കളി. ഇപ്പൊ ഈ ഫുട്ബോൾ കളിയിലാണെങ്കിൽ പലപ്പോഴും ഫുട്ബോൾ കളിക്കാരെ കോച്ച് എങ്ങനെയാണ് കോച്ചുന്നത്? എടാ, എതിരാളി അവൻ ഇങ്ങനെ ചെയ്താൽ നീ എന്ത് ചെയ്യും എന്നായിരിക്കും ചോദിക്കുക. നിന്നെ ബ്ലോക്ക് ചെയ്താൽ എന്ത് ചെയ്യും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനെ 3 പേര് ബ്ലോക്ക് ചെയ്യണേ എന്ത് ചെയ്യും? അത് മറ്റേയാളുടെ തന്ത്രമാണ്, അത് കോച്ചാണ് നമ്മളോട് പറയുക. ഇപ്പൊ ഒരു പാചക ഷോ ഈ പല മാസ്റ്റർ ഷെഫ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഷെഫ് നിങ്ങളെ അനുകൂലിച്ച് പറയുമ്പോൾ മറ്റവൻ നിങ്ങൾ കാണിച്ച എന്തൊരു പൊട്ടത്തരമാണെന്നാണ് പറയുക. ഇതൊക്കെ നിങ്ങളുടെ നെഗറ്റീവ്സിനെ പുറത്തു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ട്രയൽ റൂമിൽ കയറും അല്ലേ? നമ്മൾ ഈ തുണി മേടിക്കാൻ വേണ്ടി നമ്മൾ ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് ഇട്ടിട്ട് തനിച്ചാണ് പോകണമെന്ന് വെച്ചോ. നമ്മൾ സാധാരണ ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഭാര്യ എടുത്ത് ചോദിക്കാം. ഭാര്യ പറയും തിരിഞ്ഞു നിന്നേ, അങ്ങോട്ട് നിന്നേ, ഇങ്ങോട്ട് നിന്നേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയും, സ്ത്രീകളാണെങ്കിലും ഭർത്താവിനോട് ചോദിക്കും. ഇല്ലെങ്കിൽ ഈ നല്ല ട്രയൽ റൂമിലൊക്കെ സൈഡ് കാണാൻ പറ്റുന്ന മിറേഴ്സ് ഉണ്ടാവും. അതായത് നിങ്ങൾ സാധാരണഗതിയിൽ കാണാത്ത നിങ്ങളുടെ ആംഗിളുകൾ, ഈ ഡ്രസ്സ് അവിടെ മുഴച്ചു നിൽക്കുന്നുണ്ടോ, ശരിയായില്ലയോ എന്ന് കാണാനുള്ള തന്ത്രം. അതായത് നമ്മുടെ ഒരു വ്യൂ മാത്രമാണ് ശരിയെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് തന്ത്രത്തിൽ ഏറ്റവും അധികം പിഴച്ചു പോകുന്ന കാര്യം. ഇത് വക്കീലന്മാര് ചെയ്യും, ഡോക്ടർമാര് വലിയ ഓപ്പറേഷനുകൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് ശരിയായില്ലെങ്കിൽ എന്ത് മാർഗം ഉപയോഗിക്കും, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ്. അല്ലെങ്കിൽ വേറൊരു ബുക്കുണ്ട്, തിങ്ക് ലൈക്ക് ആൻ ആസ്ട്രോനോട്ട്. അതായത് ഇപ്പൊ ഒരു ബഹിരാകാശ സഞ്ചാരി ബഹിരാകാശത്തേക്ക് പോകുമ്പം എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടല്ല പോണേ.
അവിടെ ഈ പ്രശ്നം വന്നാൽ ഇത് നമ്മൾ ചെയ്യും, ആ പ്രശ്നം വന്നാൽ ഇത് ചെയ്യും. അതിനാണ് അയാളെ 1 വർഷം പരിശീലിപ്പിക്കുന്നത്. അവിടെ ഒരു ടൂള് കേടായി കഴിഞ്ഞാൽ ആ ടൂളിനെ എങ്ങനെ ശരിയാക്കും, നിങ്ങളുടെ ഓക്സിജൻ സപ്ലൈ കുറഞ്ഞാൽ ആ ഓക്സിജൻ സപ്ലൈ എങ്ങനെ ശരിയാക്കും. അതാണ് ലിവ് ലൈക്ക് ആൻ ആസ്ട്രോനോട്ട് ഇൻ എർത്ത് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. വളരെ രസകരമായ ബുക്കാണ്. ഈ പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ് വളരെ വളരെ രസകരമായ മറ്റൊരു ബുക്കാണ്. അപ്പൊ ഈ തന്ത്രം ഈ ഇപ്രാവശ്യം ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ ആർമി അല്ലെ ഇന്ത്യൻ നേവിയും നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചു എന്നാണ്. ഇത് ആരൊക്കെ ആയിരിക്കും ഇത്രയും ഒരു ടീമിൽ ഉണ്ടാകുക? മുതിർന്ന സൈനിക തന്ത്രജ്ഞന്മാരുണ്ടാവും, റോയുടെ ആളുണ്ടാവും, ഐവിയുടെ ആളുണ്ടാവും, ഇന്റലിജൻസ് ഓഫീസർമാരുണ്ടാവും, സൈബർ യുദ്ധ വിദഗ്ധന്മാരുണ്ടാവും, നയതന്ത്രജ്ഞന്മാരുണ്ടാവും, മാധ്യമ വിശകലനത്തിന്റെ വിദഗ്ധന്മാരുണ്ടാവും, സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാവും. കഴിഞ്ഞാല് എങ്ങനെയാണ് സൈക്കോളജിക്കലായിട്ട് അവരെ തകർക്കുക എന്നുള്ളതും നമ്മുടെ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കുന്നത്, ഞാൻ മുമ്പും ഇതുപോലത്തെ ഈ പല എപ്പിസോഡുകളിൽ സംസാരിച്ചിട്ടുള്ളത്, ഇന്ത്യ 4ാമത്തെ സൈനിക ശക്തിയാണെങ്കിൽ നമ്മൾ കളിക്കുന്നത് അണുവായുധമുണ്ട് എന്ന് കരുതപ്പെടുന്ന 11ാമനോടാണ്. ലോകത്തെ 11ാമത്തെ സൈനിക ശക്തിയാണ് പാകിസ്ഥാൻ. അപ്പൊ അവരോട് കളിക്കുമ്പോൾ അവൻ എവിടം വരെ പോകും, അവൻ ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കും? അവരുടെ കയ്യിലും വലിയ മിസൈലുകളും 2500-3000 കിലോമീറ്റർ പോകുന്ന മിസൈലുകളൊക്കെ ഉള്ളതാണ്, അണുവായുധമുണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള ഒരുത്തനെ തകർക്കണമെന്നുണ്ടെങ്കിൽ തന്ത്രം പയറ്റിയേ മതിയാവും. എപ്പോ അവൻ അണുവായുധ ഭീഷണിയിലേക്ക് പോകാനുള്ള സാധ്യത, എപ്പോ അവൻ മാരകമായ ആയുധങ്ങൾ നമ്മുടെ ജനങ്ങൾക്കെതിരെ പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം മാത്രമല്ല, ഏതൊക്കെ രാജ്യം അവന്റെ രക്ഷയ്ക്കെത്തും? ചൈന വരുമോ, അമേരിക്ക വരുമോ, ഗൾഫ് രാജ്യം വരുമോ, തുർക്കി വന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ആലോചിക്കാൻ, മറ്റേ സൈഡിൽ നിന്നുകൂടി ആലോചിക്കാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടാകണം. അതാണ് ഈ റെഡ് ടീം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇതൊരു അറിയപ്പെടുന്ന തന്ത്രമാണ്. ഇപ്പോഴത്തെ ഡിഫൻസ് ജേർണലുകളൊക്കെ പറയുന്നത് ഇന്ത്യ ആദ്യമായി ഔദ്യോഗികമായി ഒരു റെഡ് ടീം സ്ട്രാറ്റജി യൂസ് ചെയ്തു എന്നാണ്. അതായത് ഒരു വലിയ യുദ്ധം നടക്കുന്നതിൽ നിന്ന്, യുദ്ധം വലിയ തോതിൽ വ്യാപിക്കുന്നതിൽ നിന്ന് തടയാൻ എവിടം വരെ പോകാം എന്ന് നമുക്ക് ഗൈഡൻസ് തന്നത് ഈ ഒരു റെഡ് ടീം സ്ട്രാറ്റജി ആണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? ഇന്ത്യയുടെ സംയമനം ലോകത്തെ രാജ്യങ്ങൾ വലുതായിട്ട് അംഗീകരിച്ചു. നമ്മൾ കൃത്യതയോടെ അടിച്ചു, വേണ്ടടത്ത് മാത്രം അടിച്ചു, ജനങ്ങൾക്ക് നാശമുണ്ടാക്കിയില്ല, വലിയ തോതിലുള്ള പാകിസ്ഥാൻ മിലിറ്ററിക്ക് നാശമുണ്ടാക്കിയില്ല, കറാച്ചി തുറമുഖം ആക്രമിക്കും എന്ന് പറഞ്ഞതല്ലാതെ ആക്രമിച്ചില്ല. ചില യുദ്ധക്കപ്പലുകൾ, ഇപ്പൊ 2ാമത്തെ യുദ്ധക്കപ്പലുകൾ, 2ാമത്തെ വിമാനവാഹിനിയെ വളരെയധികം മുന്നോട്ട് കൊണ്ടുവരുന്ന പാകിസ്ഥാൻ തുറന്ന യുദ്ധത്തിലേക്ക് വന്നേനെ. അപ്പൊ അത് ചെയ്തില്ല. ചില കപ്പലുകളെ മറ്റേ സൈഡിലേക്ക്, നമ്മുടെ കിഴക്കൻ തീരത്തേക്ക് മാറ്റി. അപ്പൊ ഇങ്ങനെയൊക്കെ വലിയ തന്ത്രങ്ങൾ ഇന്ത്യ ഉപയോഗിച്ചു. ഇത് അറിയണമെങ്കിൽ ഇതിന്റെ പ്രിഫറൻസ് നമുക്കറിയാം. ഈ ഫോർമുല 1 കാർ റേസിൽ ഈ ടയർ മാറ്റുക എന്ന് പറഞ്ഞാൽ കമ്പൽസറിയാണ്. ആ ടയർ വരുമ്പം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ ടയറിന്റെ ഏതാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്ത് ടയർ മാറ്റി വെറും 5, 10, 15 സെക്കൻഡ് കൊണ്ട് വീണ്ടും വണ്ടി പോകുന്നത് പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു യുദ്ധം ജയിക്കാൻ ഇത്രയും പെട്ടെന്ന് 3 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു രാജ്യത്തിന്റെ ആർമിയെ തകർത്ത് തരിപ്പണമാക്കി അവരെ കീഴടങ്ങുന്നതിന് പ്രേരിപ്പിക്കാനുള്ള ചെയ്തത് ഈ റെഡ് ടീമിന്റെ സഹായമാണെന്ന് പറയപ്പെടുന്നു. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വെദർ ഇന്ത്യ യൂസ്ഡ് റെഡ് ടീം ഫോർ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഇന്റർനെറ്റിൽ പരതുക. ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ലഭ്യമാകും. തൽക്കാലം നിങ്ങളെ ഈ ഒരു റെഡ് ടീം കോൺസെപ്റ്റ് പരിചയപ്പെടുത്താനായി ഇത് ഉപയോഗിച്ച് ഈ ഒരു ചർച്ച ഉപദേശിച്ചുവെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.